നമ്മുടെ മുഖ്യമന്ത്രി ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഈ കാർട്ടൂണിന് ആധാരം. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഭരണത്തിൻ്റെ സ്വാദ് എല്ലാ ജനങ്ങൾക്കും എത്തിക്കണമെന്ന്, എല്ലാ ജനങ്ങൾക്കും അനുഭവവേദ്യമാകണം എന്നാണ്. എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹം ഭരണമേറ്റ അന്നേരം തൊട്ട് ഇങ്ങനെ ഓരോരോ അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങൾ നടത്തുന്നുണ്ട്. ആദ്യം വന്നപാടെ പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണ്, അതിട്ട് തട്ടിക്കളിക്കരുതെന്നാണ്, തട്ടിക്കളിക്കരുതെന്നാണ് ഉദ്യോഗസ്ഥന്മാരോട് ആഹ്വാനം ചെയ്തത്. എന്നിട്ട് വല്ലതും നടന്നോ? ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഫയൽ കെട്ടിക്കിടക്കുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പിലും ഓഫീസിലുമാണ്. അതുപോലെ ഇങ്ങോട്ട് ഇദ്ദേഹം എന്തെല്ലാം പറഞ്ഞു, അഴിമതി ചെയ്യുന്നവർ സർക്കാരിൻ്റെ വലിയ കെട്ടിടങ്ങളിൽ താമസിക്കുമെന്ന് ഒരു താക്കീത് കൊടുത്തു. അതായത് ജയിലിൽ കിടക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. അഴിമതിക്കാർ ആരെങ്കിലും ജയിലിൽ കിടന്നതായിട്ട് നമുക്കറിയാമോ? പാർട്ടിക്കാർ അഴിമതിയോ തെറ്റോ കള്ളത്തരമോ ചെയ്താൽ അവരെ പുഷ്പം പോലെ പുറത്തിറക്കിയിട്ട് അത് പിടിക്കുന്ന ആൾക്കാരെ പിടിച്ചകത്തിടുക, അവർക്കെതിരെ കേസെടുക്കുമെന്ന കാര്യമാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടില്ലേ, ഒരു MLA ഫോറസ്റ്റ് ഓഫീസിൽ കിടന്ന് തകർത്ത് വാരുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടില്ലേ. അതേപോലെ ഒരു MLAയുടെ മകൻ മയക്കുമരുന്ന് കേസിൽ പിടിയിലായപ്പോഴത്തേക്കും ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് നടപടിയെടുത്തത്. അദ്ദേഹത്തിനെ കേസിൽ നിന്ന് ഒഴിവാക്കി, ഈ MLAയുടെ മകനെ കേസിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഭരണക്കാരുടെയോ അല്ലെങ്കിൽ അവരുടെ പാർശ്വവർത്തികളോ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി നിരപരാധി ആടിനെ പട്ടിയാക്കിയിട്ട് നിരപരാധികൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സമീപനമാണ് നടന്നത്. ഭരണത്തിൻ്റെ സ്വാദെന്ന് പറയാനില്ല, ഭരണം കയ്പാണ്, കയ്പ് നീരാണ് ജനങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്വാദ്, ഈ ഭരണത്തിൻ്റെ സ്വാദ് ജനങ്ങളിൽ എത്തിക്കാനും പറയാനായിട്ട് യാതൊരു സാങ്കത്യവും ഈ പറച്ചിലിനില്ല. അതായത് ഇവരുടെ പാർട്ടിക്കാർക്കും കുറേ നേതാക്കന്മാർക്കും മാത്രമേ ഈ ഭരണത്തിൻ്റെ സ്വാദ് അനുഭവപ്പെടുന്നുള്ളൂ. ബാക്കി ജനങ്ങൾക്ക് മുഴുവൻ കയ്പ് നീരാണ്. അതായത് എങ്ങനെയെങ്കിലും ഈ കയ്പ് നീര് വലിച്ച് കുടിക്കുകയാണ് അവർ, വേറെ വഴി ഇല്ലാത്തതുകൊണ്ട്. അല്ലാണ്ട് മുഖ്യമന്ത്രി പറയുന്ന കണക്ക് ഭരണത്തിൻ്റെ സ്വാദില്ല. ഇനി ഭരണത്തിൻ്റെ സ്വാദ് അനുഭവിച്ചവരൊക്കെ ഛർദ്ദിക്കുകയാണ്. അപ്പോൾ ഇതേപ്പറ്റിയാണ് നമ്മുടെ ഈ കാർട്ടൂൺ, ഇന്നത്തെ ഈ കാർട്ടൂൺ ഞാൻ വരയ്ക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ ആലോചിക്കും, ഈ ഭരണത്തിനൊരു സ്വാദുണ്ടോ? ഇല്ല എന്നായിരിക്കും ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്. നമുക്ക് ഈ ഭരണത്തിൻ്റെ സ്വാദിനെ കുറിച്ചിട്ടുള്ള ഈ കാർട്ടൂൺ വരയിലോട്ട് കിടക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ സ്വാദ് നുണയാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കാർട്ടൂണിൻ്റെ റഫ്. നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. ഈ ഭരണത്തിൻ്റെ സ്വാദിനെ കുറിച്ചിട്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന പത്രങ്ങളിലെ ചില വാർത്തകൾ ഞാൻ ഇതിനിടയ്ക്ക് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സർക്കാർ കാര്യം മുറപോലെ ആകരുതെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതേ ഇത് തന്നെ പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയിട്ട് ഏതാണ്ട് 100 ദിവസം തയ്യാറായപ്പോഴാണ് ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ പഠിക്കാനായിട്ടൊരു കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ഇത് കണക്കാണ് ഓരോ പുള്ളിയുടെ വർത്തമാനങ്ങൾ കണക്കാണ്, വെറും അർത്ഥമില്ലാത്ത ഉടായിപ്പ് വർത്തമാനങ്ങളാണ്.